ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകളെ കുറിച്ചിട്ട് നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട്. മറ്റാരുമല്ല, ഏറ്റവും മികച്ച പാർലമെന്റ് അംഗം, അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി, വ്യവസായ, കയർ, നിയമവകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് കേരളത്തിലെ ബിസിനസ്സിനെ കുറിച്ചിട്ടും കേരളത്തിലെ ബിസിനസ് സാധ്യതകളെ കുറിച്ചിട്ടും അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സാർ, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ട് വരുമ്പോൾ താങ്കൾക്ക് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവും. താങ്കൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ളൊരു ചെറിയ പേരൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി. ഒരു മന്ത്രി എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കേരളത്തെക്കുറിച്ചുള്ള വിഷൻ എന്താണ്? നമുക്ക് ഒരു എല്ലാ തരത്തിലും ലോകത്തിന്റെ മുൻപിലേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ മന്ത്രി ഞങ്ങളെല്ലാം ചുമതല എടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ മുമ്പ് കേരളം ആകെ വ്യവസായത്തിന് പറ്റാത്തൊരിടമായിരുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രശ്നം, നമ്മൾ കേരളത്തെ ശരിയായ രൂപത്തിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. നെഗറ്റീവായ കാര്യങ്ങളാണ് പരമാവധി ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരുന്നത്. പോസിറ്റീവായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, എന്നാൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റി തീർക്കാം, നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി എങ്ങനെ നൽകാൻ കഴിയും, അതിന് പറ്റുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്, അതുവഴി നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെ ചലിപ്പിക്കാൻ പറ്റും. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വളരെ കുട്ടിഘോഷിക്കപ്പെടുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതിപ്പോൾ നമ്മുടെ ശ്രീ ബാലഗോപാൽ IAS രാജിവെച്ചിട്ട് വ്യവസായം തുടങ്ങിയതാണ് വളരെ ചെറുപ്പത്തിൽ. അത് കേരളത്തിൽ തന്നെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകത്തിൽ പറയാം, ലോകത്തെല്ലായിടത്തും വ്യവസായം തുടങ്ങും, ചിലത് പൂട്ടും, ഒരു ഇമ്മോർട്ടലായിട്ടൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ തുറക്കുമ്പോൾ ആരും അറിയില്ല, അടയ്ക്കുന്നതേ അറിയുള്ളൂ. ഇപ്പം നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയതിനു ശേഷമാണ് പലരും പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടോ. ഇപ്പോൾ സന്തോഷ് കുളങ്ങരയുടെ തന്നെ വളരെ ഒരു യാത്ര കാണുകയുണ്ടായിരുന്നു. അത് കേരളത്തിൽ അങ്ങനെയുള്ള കമ്പനികൾ ഒന്ന് മാത്രമാണ്. എത്രയോ കമ്പനികൾ അങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസിലാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ 20% ടേൺ ഓവർ കേരളത്തിൽ നിന്നാണ്. നമ്മൾ 1.2% ജനങ്ങളുള്ളൂ, ഭൂപ്രദേശമുള്ളൂ, 2.8% ജനങ്ങളുള്ളൂ. ആ ഒരു സ്ഥലത്ത് നമ്മൾ 20% മെഡിക്കൽ ഡിവൈസസ് ടേൺ ഓവർ ഉണ്ട്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി തിരുവനന്തപുരത്താണ്. കൃത്രിമ പല്ല് ഏഷ്യയിലെ ഏറ്റവും വലിയ കമ്പനി ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴയിലാണ്. അതോടൊപ്പം തന്നെ ഇൻഡിജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇപ്പോൾ റബ്ബറുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്ന, അതിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഒത്തിരിയേറെ കമ്പനികൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ അഗാപ്പെ പോലുള്ള വലിയ കമ്പനികൾ, ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ എന്ന് പറയാവുന്ന കമ്പനികൾ കേരളത്തിലുണ്ട്. അത് സ്പൈസ് പ്രോസസ്സിങ്ങിൽ കേരളമാണ് 1, 2, 3 ഏറ്റവും വലിയ കമ്പനികൾ കേരളത്തിൽ തന്നെയാണ്. IT നമ്മൾ വളരെ മുൻപിൽ നിൽക്കുന്നതാണ്. ടൂറിസം ആസ് എ ഇൻഡസ്ട്രി നമ്മൾ വളരെ മുൻപിലാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ പാർക്കുകൾ 3 കേരളത്തിലാണ്, 10 എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചത് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായ ഒത്തിരിയേറെ വശങ്ങളുണ്ട്. അപ്പോൾ അതിന് കുറെ കൂടി പ്രചാരവേല നടത്തുകയും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക, ഒരു ഇക്കോ സിസ്റ്റം ശക്തിപ്പെടുത്തുക. ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം നമ്മുടേതാണ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും നല്ല ഓൺലൈൻ K-Swift, സിംഗിൾ വിൻഡോ ക്ലിയർ, ഫിക്കി തന്നെ പറയുന്നത് കേരളത്തിൻ്റെതാണ്. അപ്പോൾ അതെല്ലാം നാടിൻ്റെ മുൻപിലേക്ക് അവതരിപ്പിക്കുക, കൂടുതൽ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. അതാണ് നമ്മളെല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക്, IT ടെക്നോ പാർക്ക്, രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അത് നമ്മൾ 2011 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റേ 91 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ IT മേഖലയിലാണെങ്കിലും സ്റ്റാർട്ടപ്പിൻ്റെ മേഖലയിലാണെങ്കിലും നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ രീതിയിൽ റൺ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കമ്പനി പൊതുമേഖലയിൽ തുടങ്ങിയത് കേരളത്തിലാണ്. 75 കെൽട്രോൺ. ദക്ഷിണ കൊറിയയൊക്കെ ഇലക്ട്രോണിക്സ് കയറുമ്പോൾ തന്നെ കേരളം തുടങ്ങിയിട്ടുണ്ടായി. ഫസ്റ്റ് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ചു, പിന്നെ നമ്മൾ ഇൻഫോ പാർക്ക് ആരംഭിച്ചു. എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളും നമ്മളെക്കാൾ മുൻപോട്ട് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഇക്കോ സിസ്റ്റം കുറെ കൂടി നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലെങ്കിൽ IIT, ഇവരുടെ എല്ലാം തന്നെ ഒരു കണക്ഷൻ അതിന് കുറെ കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അതും ഒന്നുകൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സാധ്യത IT പോകുന്നിട്ടുണ്ട്. ടെക്നോ പാർക്ക് ഓൾമോസ്റ്റ് ഫുള്ളാണ്. അടുത്ത ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫോ പാർക്ക് ഫുള്ളായി കഴിഞ്ഞു. സ്മാർട്ട് സിറ്റി, അവിടെ പുതിയ ബിൽഡിംഗ്, ഇപ്പോൾ ലുലു ടവർ, പ്രിസ്റ്റീജ്, അതെല്ലാം മിക്കവാറും ഓക്യുപ്പൈഡ് ആയി കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ആദ്യം കോഴിക്കോട് സൈബർ പാർക്കിൽ പോകുമ്പോൾ അവിടെ ഒരു IT കമ്പനികളും ഇല്ല.
ഒരു ആങ്കർ ഇൻഡസ്ട്രി വേണമെന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഒട്ടും സ്ഥലമില്ല, ഫുള്ളായി കഴിഞ്ഞു. നമ്മുടെ IT കോറിഡോറുകൾ വരുന്നു. നമ്മുടെ AI ഇന്റർനാഷണൽ കോൺഫറൻസ് കൊച്ചിയിൽ വരികയാണ്. IBM വന്നു, കോഗ്നിസന്റ് ഉണ്ട്, TCS ഉണ്ട്, ടാറ്റ ലെക്സിയുടെ 60% ആളുകളിലൂടെയാണ്, US ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നു എന്നൊരു അനുകൂല സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ കുതിപ്പിനൊരു വേഗത ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നല്ല വേഗതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യവസായങ്ങൾ പരാജയപ്പെടുന്നു എന്ന് മന്ത്രി തന്നെ തൊട്ട് മുമ്പ് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വ്യവസായം വളർത്തുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനൊരു ടോപ്പിക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടി ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലേ നമ്മുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകും? വ്യവസായം പല സംരംഭകത്തൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം. പക്ഷെ അതുകൊണ്ട് മാത്രം സംരംഭങ്ങൾ വിജയിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ നോക്കിയ എവിടെ നിൽക്കുന്നു, കിങ് ഫിഷറോടെ പോയി, ബ്ലാക്ക്ബെറി ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ എവിടെ പോയി, ജെറ്റ് എയർവേസ് ഏറ്റവും പ്രസ്റ്റീജിയസ് എയർവേസ് ആയിരുന്നു, ഇപ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ എത്രയോ കമ്പനികൾ തന്നെ വളരെ പ്രശസ്തമായ കമ്പനികൾ തന്നെ ലോകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് എപ്പോഴും ഒരു റിസ്ക് ഉണ്ടാവും. ഒരു വളരെ സ്മൂത്തായിട്ടായിട്ട് നമുക്ക് ഒരാൾക്ക് വ്യവസായം നടത്താൻ പറ്റില്ല. മാർക്കറ്റിന്റെ കാണാത്ത വെല്ലുവിളികൾ ഉണ്ടാവും. ചിലപ്പോൾ ടെക്നോളജി പെട്ടെന്ന് പുതിയതിലേക്ക് മാറേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് വരും. അപ്പോൾ എന്നാൽ സംരംഭകത്വം എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കരുതുന്നത്. ഞാൻ ചോദിക്കാനുള്ള കാരണം നമ്മുടെ മറ്റ് പല സ്റ്റേറ്റും, നമ്മൾ ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റ് നോക്കുമ്പോൾ അവരുടെ കൾച്ചറിന്റെ കൂടി ഭാഗമാണ് ഈ പറയുന്ന വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ വ്യവസായത്തിന് അത്രയും പ്രയോറിറ്റി കൊടുക്കാറില്ല. നമ്മുടെ വീടുകളിൽ മുഴുവൻ ജോലി വാങ്ങണം എന്നാണ് എപ്പോഴും പറയാം. വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിലും ഇല്ല. അപ്പം ആ ഒരു സാഹചര്യം നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ മാറണം എന്നാണ് ഞാൻ. അല്ല, അത് കറക്റ്റാണ്. ഞാൻ പക്ഷേ ചില കൾച്ചർ, ഇപ്പോൾ ഗുജറാത്തിൽ പണ്ടേ മാർവാടികൾ ബിസിനസ് ഇങ്ങനെയുള്ളതിലേക്കുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ആളുകൾ നന്നായി പഠിക്കുക, ആദ്യം തന്നെ സ്റ്റെനോഗ്രഫി പഠിച്ചു, ബോംബെക്ക് പോയി, അല്ലെങ്കിൽ ചെന്നൈക്ക് പോയി, പിന്നെ സിംഗപ്പൂരിലേക്ക് പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള, പിന്നെ ദുബായിലേക്ക് പോയി, അത് കഴിഞ്ഞപ്പോൾ യൂറോപ്പിലായി, ഇപ്പോൾ അമേരിക്കയായി. അപ്പോൾ നമ്മുടെ മാറി. ആദ്യം അൺസ്കില്ലിന് പോയി, പിന്നെ ചെറിയ സ്കില്ലിന് പോയി, ഇപ്പോൾ വൈറ്റ് കോളർ നോളജ് പ്രൊഫഷണൽസായി മാറി. അപ്പോൾ നമ്മൾ അതിലേക്കാണ് കൂടുതൽ. എന്നാൽ ഇപ്പോൾ തന്നെ മാറ്റം വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടപ്പ് സിസ്റ്റം വന്നു, സംരംഭം എല്ലാ കോളേജുകളിലും സ്റ്റാർട്ടപ്പുകളായിരുന്നു. ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ കോളേജുകളിലുണ്ട്, യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് കല്ലിട്ടത് ജെൻ റോബോട്ടിക്സ് എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റാണ്. അവർ എഞ്ചിനീയറിംഗ് കുട്ടികളാണ്. അവർ തുടങ്ങിയത് ഇപ്പോൾ 4-5 വർഷം കൊണ്ട് തന്നെ 400ഓളം പേര് തിരുവനന്തപുരത്ത് അവരുടെ റോബോട്ട് മേക്കിങ്ങിലുണ്ട്. പുതിയ ഇത് തുടങ്ങുന്നു. അങ്ങനെ പുതിയ ഇപ്പോൾ ഫിൻലാൻഡിലേക്ക് പോയിട്ടുള്ള ഇന്റർവെല്ല്, പുതിയ സ്റ്റാർട്ടപ്പുകൾ. സംരംഭകത്വം നല്ല രീതിയിൽ വരും. ഇപ്പം പുതിയ MSMEകളിൽ തന്നെ നോക്കുമ്പോൾ ചെറുപ്പക്കാർ നല്ല സംരംഭകരായിട്ട് വരുന്നുണ്ട്. എന്നാൽ സ്കൂൾ തലം മുതൽ തന്നെ സംരംഭകത്വം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ സർക്കാരിന് പൊതുവെ ഉള്ളത്. ഇപ്പോൾ കാർഷിക മേഖല കൂടി ഇപ്പോൾ റോബോട്ടിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാർഷിക മേഖലയും റോബോട്ടിക്സും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലും കേരളത്തിൽ പോലും വളരെ വലിയൊരു കണക്ഷനിൽ ഒരു ഭയങ്കരമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഗവൺമെന്റ് ശ്രദ്ധ എത്രമാത്രമുണ്ട്? നമ്മൾ തന്നെ ഇപ്പോൾ ഡ്രോൺസ് എല്ലാം നമ്മൾ കാർഷിക മേഖല ഉപയോഗിക്കുന്നുണ്ട്, സെൻസർ ബേസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അത് ഒരു പുതിയത്, ടെക്നോളജി ബേസ്ഡ് ഹൈടെക് ഫാമിങ്. പിന്നെ വാല്യൂ അഡീഷൻ ഇതിനകത്ത് വരുത്തുക ഉൽപ്പന്നങ്ങളിൽ. ഇപ്പോൾ നമ്മുടെ പുതിയ MSMEകളിൽ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ കേരളത്തിൽ കിൻഫ്രയുടെ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് എല്ലാം ഫുള്ളാണ്. ഇപ്പോൾ ചേർത്തലയിൽ നമ്മൾ മെഗാ ഫുഡ് പാർക്ക് ഇപ്പോൾ ആരംഭിച്ചു, അതും ഫുള്ളാണ്, സ്ഥലമില്ല. പിന്നെ സീ ഫുഡാണ് കൂടുതൽ വരുന്നത്. പുതിയതായി വരുന്നതെല്ലാം തന്നെ ഇപ്പോൾ ലുലുവിൻ്റെ ഇവിടെ പുതിയ പാർക്ക് കളമശ്ശേരിയിൽ വരുന്നുണ്ട്. ചോയ്സിൻ്റെ സീ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പുതിയത് തോപ്പുമുടിയിൽ അവർ ഉദ്ഘാടനം ചെയ്യും, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്. അപ്പോൾ കേരളത്തിനൊരു സാധ്യത, ഞങ്ങളിപ്പോൾ 22 പ്രയോറിറ്റി സെക്ടേഴ്സ് ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്. അതിൽ ഫുഡ് പ്രോസസ്സിങ് ഒരു പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മെഷീൻ ലേണിംഗ്, AI, ബിഗ് ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ന്യൂ ടെക്നോളജിയുടെ ഇൻഡസ്ട്രീസ്, ഇലക്ട്രോണിക്സ്, ടൂറിസം, ഗ്രഫീൻ. ഇപ്പോൾ ലോകത്തിലെ വലിയ മാറ്റമാണ് ഗ്രഫീൻ വരുത്തുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഇന്ത്യയിൽ ആദ്യമായി കേരളം ഗ്രഫീൻ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു. കാക്കനാട് ഗ്രഫീനോ എന്ന പുതിയ ബ്രാൻഡ് കുസാറ്റും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയെ ചേർന്ന് അവർ മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോറിറ്റി സെക്ടറിൽ നമ്മൾ ഫുഡ് പ്രോസസ്സിങ് ഒരു പ്രധാനപ്പെട്ട മേഖലയായി തന്നെ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ ഭക്ഷണ വൈവിധ്യം അത് നമുക്ക് നന്നായി തന്നെ വാല്യൂ അഡീഷനിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 വർഷം മുതൽ 3 വർഷം മുമ്പ് നമ്മൾ
വ്യവസായ സൗഹൃദത്തിൽ 27ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നമ്മളൊരു 15ന്റെ താഴിലോട്ട് എത്തുകയാണ്. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിലോട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു തോന്നൽ. അതിന് ഇപ്പോൾ ഒരു പ്രശ്നത്തിനെങ്കിൽ കുറച്ച് മാറി തുടങ്ങി. മീഡിയ പൊതുവെ പോസിറ്റീവായതൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കേരളത്തിലിപ്പോൾ ഈ നമ്മുടെ റാങ്ക് മെച്ചപ്പെട്ടത് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ചാനലിൽ പറയുന്നത് ഇപ്പോഴും കേരളം 28ാം സ്ഥാനത്താണ്. അപ്പോൾ അവർ പോലും അതിനെക്കുറിച്ച് അവർ കുറ്റം പറയുന്നില്ല. അവരിങ്ങനെ നിരന്തരം തന്നെ നെഗറ്റീവ്സ് മാത്രം പറയുന്നുണ്ട്. ഇപ്പോൾ 3 വർഷം ഒരു ലൈസൻസും ഇല്ലാതെ 50 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വ്യവസായം കേരളത്തിൽ നടത്താൻ കഴിയും. അതിന് പ്രത്യേക ആവശ്യമില്ല. യഥാർത്ഥത്തിൽ പിന്നെ തറക്കേണ്ട നമ്പർ, കെട്ടിട നമ്പർ കിട്ടും. അതും ഇപ്പോൾ ഈ എക്കണോളജി നമ്പർ ഉണ്ടെങ്കിൽ, റെസിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ അത് കെട്ടിടത്തിന് ടെമ്പററി നമ്പറായിട്ട് കണക്കാക്കും. പിന്നെ 50 കോടിക്ക് മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എല്ലാ ഡോക്യുമെന്റ്സോടു കൂടി കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് കൊടുക്കും. പിന്നെ ഏതെങ്കിലും പരാതി, ഇപ്പോൾ ആളുകൾ മന്ത്രിക്ക് പരാതി അല്ലെങ്കിൽ മീഡിയയ്ക്ക് കൊടുക്കും. ജസ്റ്റ് ഒരു ഓൺലൈനിൽ പരാതി കൊടുത്താൽ എല്ലാ വകുപ്പിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉള്ള സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് കമ്മിറ്റി ഉണ്ട്. അവർ എടുക്കുമ്പോൾ തീരുമാനം എല്ലാ വകുപ്പിനും ബൈൻഡിങ്. ആ തീരുമാനം 15 ദിവസത്തിൽ നടപ്പിലാക്കി അല്ലെങ്കിൽ ഫൈൻ ഈടാക്കാൻ വകുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നിയമങ്ങൾ പോലും കേരളം, പക്ഷെ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസിൽ പരാതികൾ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് നേരിട്ട് പരാതികൾ പലതും വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറെ കൂടി മീഡിയ കുറെ കൂടി പോസിറ്റീവായിട്ട് വരും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചിലർ പതുക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ചില ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ അംബാനിയുടെ കല്യാണത്തിന് പോയ ഇവിടെ നിന്നാണ്, വലിയത്തിനാട് നിന്നാണ് അതിൻ്റെ യോഹട്ട് ഉണ്ടാക്കിയ കമ്പനി. ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ചിലർ. പിന്നെ ഒരാൾ അടച്ചുപൂട്ടാൻ പോയി, ഇപ്പോൾ വലിയ കോടികളുടെ ടേൺ ഓവറുള്ള സ്ഥാപനമായി മാറി. മെഡിക്കൽ ഇതിൻ്റെ ഡിവൈസസിലേക്ക്, ലൈസൻസിലേക്ക് വന്നു. നമ്മുടെ ഇവിടെ തന്നെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്, ഡിഫൻസ് പാർക്ക് ഉണ്ട്, തീം ബേസ്ഡ് പാർക്കുകൾ, ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ഉണ്ട്, ഇലക്ട്രോണിക്സ് പാർക്ക് ഉണ്ട്, IT പാർക്കുകളുണ്ട്. ഇപ്പോൾ ഇത് തന്നെ വേണ്ടത്ര അങ്ങ് വരുന്നില്ല. നമുക്ക് ഏറ്റവും മികച്ച പാർക്കുകൾ സൗത്ത് ഇന്ത്യയിലെ 3 5 കേരളത്തിലുണ്ട്. കിൻഫ്രയുടെ പാർക്കുകൾ സ്ഥലമില്ല. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ ഇപ്പോൾ ഡി സ്പേസ്, സാഫ്രോൺ, IBM ഇവരെല്ലാം തന്നെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പം നമുക്കിപ്പോൾ വലിയ ഇൻഡസ്ട്രി അത്ര എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു ചൈനയിൽ ഒത്തിരി ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഇന്ത്യയിലോട്ട്, പല രാജ്യങ്ങളും രണ്ടാമത്തെ ഒരു ഡെവലപ്മെന്റ് നേഷനായിട്ട് ഇന്ത്യ കാണാണ്. ഇപ്പോൾ UP ആണെങ്കിലും, ഗുജറാത്ത് ആണെങ്കിലും, തമിഴ്നാടാണെങ്കിലും ഇവിടേക്ക് വരുന്ന ഇൻഡസ്ട്രികൾ നമ്മുടെ പത്രങ്ങൾ പോലും വളരെ കൊട്ടിഘോഷിക്കുന്നത്. മന്ത്രി പറയുമ്പോഴാണ് ഇത് പലതും ഇല്ല, നമ്മുടെ ഇവിടെയും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ വലിയ ഇൻഡസ്ട്രീസിനേക്കാൾ കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ കൾച്ചറിന് പറ്റുന്ന, നമുക്ക് സാധിക്കുന്ന മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശം, അല്ലെ? അതെ, നമുക്കിപ്പോൾ ഒരു 1000 ഏക്കർ സ്ഥലം കൊടുക്കണം, നമുക്ക് പറ്റില്ല, എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗുജറാത്തിലെ UPയിൽ 1000 ഏക്കർ വേണമെങ്കിൽ 2-3 പേരോട് സംസാരിച്ചാൽ മതി. നമ്മൾ 100 ഏക്കറിന് 10,000 പേരായിരിക്കും ഓണർമാർ, അവരോട് സംസാരിക്കേണ്ടി വരും. ഇപ്പം ഇവിടെ നമ്മുടെ ലാൻഡ് വാല്യൂ വളരെ ഉയർന്നതാണ്. പിന്നെ നമ്മളാണെങ്കിൽ വളരെ വിജിലൻ്റ് ആയ ഒരു സൊസൈറ്റിയാണ്. ഒരു നിയമങ്ങൾ വളരെ ശക്തമാണ്. എൻവയോൺമെന്റൽ ഫ്രജൈലായിട്ട് നമ്മുടെ ലാൻഡ്, CRZ ഉണ്ട്, വെസ്റ്റേൺ ഗെറ്റ് റെഗുലേഷൻ, വെറ്റ്ലാൻഡ് റെഗുലേഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ഥലം നമുക്ക് എല്ലാത്തിനും കൂടി പറ്റുള്ളൂ. താമസിക്കാൻ, വിദ്യാഭ്യാസം, ആശുപത്രി, കച്ചവട സ്ഥാപനം, വ്യവസായത്തിന് ആകെ ഇന്ത്യയുടെ ചെറിയ സ്ഥലമേ ഉള്ളൂ. ഇവിടെ നമുക്കിപ്പോൾ വലിയൊരു ഗാർമെന്റ് ഫാക്ടറി, വലിയൊരു ഫാക്ടറി കൊണ്ടുപോകും. അവിടെ എംപ്ലോയ്മെന്റിൽ മിക്കവാറും വരുന്നത് മൈഗ്രന്റ് ലേബർ ആയിരിക്കും. നമുക്ക് വേണ്ട നമ്മുടെ കുട്ടികൾ അവിടെ ജോലി ചെയ്തു. അത് നോളജ് ഇൻഡസ്ട്രിയാണ്. ഹൈടെക് മാനുഫാക്ചറിങ്, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതാണ് കേരളത്തിന്റെ ഭാവി എന്നുള്ളത്. നമ്മുടെ ചെറുപ്പക്കാർ അവിടെ ജോലി ചെയ്യാം. ഇപ്പോൾ അല്ലാത്ത സ്ഥാപനങ്ങളിലൊന്നും ജോലി ചെയ്യാൻ നമ്മുടെ ആളുകൾ തയ്യാറാവില്ല. പിന്നെ ആ കൂലി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട കൂലി കൊടുത്തിട്ട് അവർക്ക് ലാഭകരാവില്ല. ഇപ്പം നമുക്ക് പറ്റുന്നത് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ IBMൽ 3000 പേര് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 600 കോടി രൂപ ഒരു വർഷം ശമ്പളവും. ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ 10,000 പേര് ജോലി ചെയ്താൽ 120 കോടിയാവുള്ളൂ. ഇവിടെ ഹൈ പെയ്ഡ് ആയിട്ട് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒത്തിരി തൊഴിൽ സൃഷ്ടിക്കപ്പെടും. ഇപ്പോൾ ഒരു IT പാർക്കിൽ ജോലി ചെയ്യുന്നു, അപ്പോൾ സ്വിഗ്ഗി കൊണ്ടുവന്നൊരു എണ്ണം കൂടേണ്ടി വരും, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നൊരു എണ്ണം കൂടും. ഒരു 4-5 ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ്, നമ്മുടെ സ്ഥലത്തിന് പറ്റുന്നത് ഏതൊക്കെയാണ്, അവിടെയാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്ക് നന്നായി തന്നെ ഇൻഡസ്ട്രി വരുന്നുണ്ട്. പല മേഖലയിലും നമുക്ക് വലിയ സന്തോഷം പകരുന്ന വാർത്തകൾ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഇറ്റാലിയൻ ഡിസൈൻ ലോകോത്തര കമ്പനി ഈ കളമശ്ശേരി തന്നെ വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ട് വരുന്നു, അതുപോലെ മറ്റു വലിയ കമ്പനികളും കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആ മേഖലയിൽ നമുക്കൊരു 10-15 വർഷം കൊണ്ട് ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയുടെ കേന്ദ്രം അതായി കേരളത്തെ മാറ്റാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ
പ്രൈവറ്റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. കേരളത്തിനും നമ്മുടേതായ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റൈസേഷൻ പോലുള്ള എന്തെങ്കിലും പരിഗണനകളുണ്ടോ? പ്രൈവറ്റൈസേഷൻ നമ്മളിപ്പോൾ അങ്ങനെ ആലോചിക്കുന്നില്ല. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നുള്ളത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. സർക്കാർ ഇപ്പോൾ ഒരു KICB ആണെങ്കിൽ നമുക്ക് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ലാഭനഷ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല, സേവനമാണ്. എന്നാൽ കമ്പനികളായിട്ട് പ്രവർത്തിക്കണം, അത് മത്സരക്ഷമമായിരിക്കണം, ലാഭകരമായിരിക്കണം. ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സ്വകാര്യവൽക്കരണം അതിന് മറുപടിയാണെന്ന് കരുതുന്നില്ല. ഇപ്പോൾ നമ്മൾ HNL ഏറ്റെടുത്തല്ലോ, KPPL ആക്കി, അത് വളരെ വിജയകരമായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭകരമാക്കാം? അപ്പോൾ അത് ഗവൺമെൻറ്റുകൾ തുടർച്ചയായിട്ട് ഫണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഘട്ടത്തിൽ ആവശ്യമായത് ഗവൺമെൻറ് കൊടുക്കും, ബാക്കി ആ കമ്പനി തന്നെ സ്വയം മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോർഡിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മാനേജ്മെൻറ്റ് എക്സ്പെർട്സിന് എല്ലാ കമ്പനികളുടെയും ബോർഡിൽ 2-3 പേരെ നിയോഗിച്ചിട്ടുണ്ട്. മുഴുവൻ നിയമനം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വിട്ടു. MD-മാർ മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ്. പിന്നെ എല്ലാ ബോർഡിനും സബ് കമ്മിറ്റികൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് സബ് കമ്മിറ്റി, അല്ലെങ്കിൽ HR സബ് കമ്മിറ്റി. അപ്പോൾ അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് വേണം ഈ ബോർഡുകൾ പ്രവർത്തിക്കുക. ലാഭത്തിലേക്ക് എത്തണം. നേരത്തെ 2001 മുതലുള്ള കണക്ക് പോലും വയ്ക്കാത്ത കമ്പനികളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ ആനുവൽ റിപ്പോർട്ടും അപ് ടു ഡേറ്റ് ആയി. 3-4 കമ്പനി ഒഴികെ ബാക്കി ഓഡിറ്റ് റിപ്പോർട്ടും മിക്കവാറും കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക, കോമ്പറ്റീറ്റീവ് ആകുക, പ്രോഫിറ്റ് മേക്കിംഗ് ആകുക. അപ്പോൾ അതാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട്. അങ്ങനെ ഒരു മാറ്റം വരുന്നത്. ചിലത് നമ്മൾ എത്ര വിചാരിച്ചാലും കുറച്ച് കടുപ്പുള്ളതുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖല പൊതുവെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കുറച്ച് പരിമിതികൾ സർക്കാരിനുണ്ടായിരിക്കും. പക്ഷെ ബാക്കി പല സ്ഥലങ്ങളിലും നമ്മൾക്ക് നന്നായി മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 7 സെക്ടറായി തിരിച്ച് അതിന് പ്രത്യേകമായിട്ടുള്ള പ്രൊഫഷണൽസിനെ വെച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ നേരിടാൻ പോവാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിക്ക് എത്രമാത്രം സാധ്യതയുണ്ട്? അതിന് CPM-ന് എന്തൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഇന്ത്യ മുന്നണി എന്നുള്ളത് രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. നമ്മുടെ ഡെമോക്രസി നിലനിന്ന് പോകണം. വേറെ കുറച്ചൊരു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മതനിരപേക്ഷത തുടരണം. അപ്പോൾ ജനാധിപത്യം തന്നെ നിലനിൽക്കണമെങ്കിൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഒരു ആ രൂപത്തിലല്ലെങ്കിലും ഒരു സംവിധാനം എന്ന നിലയിൽ പൊതുവെ കുറെ കൂടി ഐക്യത്തോടുകൂടി പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നൽകിയ പരാതി എന്നാണ് EDയും CBIയും അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ. അവരാണ് ആദ്യം പരാതി കൊടുക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് പിന്നെ മറ്റു അന്വേഷണത്തിലേക്ക് പോകുന്നത്. എന്ന് മാത്രം സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് അന്ന് കോൺഗ്രസ് ചോദിച്ചത്. ഇപ്പം അത് മാറി. ഇപ്പോൾ അവരുൾപ്പെടെ ദേശീയ തലത്തിൽ എല്ലാവരും ചേർന്ന് ഇന്നലെ നടത്തിയ പ്രതിഷേധം വളരെ വലിയ ജനപങ്കാളിത്തമാണ് അതിനകത്തുണ്ടായത്. എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ മീഡിയയിൽ അതിൻ്റെ ശരിക്കും ചിത്രം വരുന്നില്ല. അതെ. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു യോജിപ്പോടുകൂടി വന്നാൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.